വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്നേഹമാണ് ഈശ്വരൻ എന്ന് എല്ലാ കവികളും ഉദ്ഘോഷിക്കുന്നു. അതിനാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്നേഹം നിറയണമെങ്കിൽ അതിനെ ആട്ടിയോടിക്കുന്ന വിദ്വേഷം, വെറുപ്പ്, പ്രതികാരം, അസൂയ മുതലായ ദുർവിചാരങ്ങളെ അല്ലെങ്കിൽ ദുർവികാരങ്ങളെ നാം പാടെ അകറ്റണം. അതകറ്റുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് സ്നേഹസമ്പൂർണമായി തീരുകയുള്ളൂ. സ്നേഹം കൊടുത്താൽ നമ്മുടെ മനസ്സിൽ നിന്ന് സ്നേഹം ഒട്ടും കുറയുകയില്ല. കിട്ടുന്ന വ്യക്തിക്ക് അത്യന്തം സന്തോഷപ്രദവും ആയിരിക്കും. അതിനാൽ ഭൂതജാലത്തോടുള്ളിൽ വായിക്കുമൻപാർദ്രതയും ഭൂതഭാവികൾ മായ്ക്കും ജ്ഞാനത്തിനനിവാര്യം. ആത്മജ്ഞാനം നമുക്കുണ്ടാവണമെങ്കിൽ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നത്. ഭൂതജാലത്തോടുള്ളിൽ സർവ ജീവജാലങ്ങളോടും നമുക്ക് സ്നേഹനിർഭരമായിരിക്കും. നമ്മുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറച്ചാൽ ഒരു ശത്രുവിനെ പോലും സ്നേഹിക്കാൻ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. അതാണ് ഭൂതജാലത്തോടുള്ളിൽ വായിക്കുമൻപാർദ്രതയും. അലിഞ്ഞ മനസ്സ്, സ്നേഹം കൊണ്ട് അലിഞ്ഞ ഒരു മനസ്സാകുമ്പോൾ സർവ ജീവജാലങ്ങളോടും നമുക്ക് സ്വന്തം മക്കളെ പോലെ മാത്രമേ തോന്നുകയുള്ളൂ. താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഏതൊരു വ്യക്തിയും സ്വന്തം കുഞ്ഞുങ്ങളെയാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും സ്വന്തം മക്കളെപ്പോലെ കാണുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകും. അതാണ് സ്നേഹനിർഭരമായ ഒരു മനസ്സിൽ നിന്നും ഉദയം ചെയ്യുന്നത്. ഭൂതജാലത്തോടുള്ളിൽ വായിക്കുമൻപാർദ്രതയും ഭൂതഭാവികൾ മായ്ക്കും ജ്ഞാനത്തിനനിവാര്യം. നമ്മുടെ മനസ്സെപ്പോഴും ഒന്നുകിൽ ഭൂതകാലത്തേക്ക് അല്ലെങ്കിൽ ഭാവി കാലത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭൂതകാലത്തേക്ക് നാം പോകുന്നത്, അതായത് കഴിഞ്ഞ കാലത്തേക്ക് പോകുന്നത് ഓർമ്മകളുടെ രൂപത്തിലാണ്. ഭാവി കാലത്തേക്ക് പോകുന്നത് ആഗ്രഹത്തിൻ്റെ രൂപത്തിലാണ്. ആഗ്രഹങ്ങളുള്ള കാലം വരെ നാം ഭാവി കാലത്ത് മാത്രമാണ് ജീവിക്കുന്നത്. ആഗ്രഹമില്ലാത്തവരാരായി ഇവിടെ? എന്നാൽ ഏതൊരു വ്യക്തിയാണോ ഭൂതകാലത്തേക്കും ഭാവി കാലത്തേക്കും പോകാതെ ഇപ്പോഴുള്ള ഈ വർത്തമാനകാലത്തിൽ എന്ത് ചെയ്യണമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ പരമസുഖികളും ജ്ഞാനികളുമായിരിക്കും. അവർ കഴിഞ്ഞുപോയ ഭൂതകാലത്തേക്കോ വരാനിരിക്കുന്ന ഭാവിയിലേക്കോ അല്ല പോകുന്നത്. ഇപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടതും ഇപ്പോൾ ചെയ്യേണ്ടതും ഇപ്പോൾ പറയേണ്ടതും ഇപ്പോൾ പ്രവർത്തിക്കേണ്ടതും എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ ഓരോ ഭാവിയും വർത്തമാനമായി ഭൂതമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നും നമുക്ക് ഈ വർത്തമാനം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നാം നമ്മുടെ കൺമുമ്പിൽ വന്നു ചേരുന്ന വർത്തമാനകാലത്തെ അവഗണിച്ച് അല്ലെങ്കിൽ വിസ്മരിച്ച് ഒന്നുകിൽ ഭൂതകാലത്തേക്കും അല്ലെങ്കിൽ ഭാവി കാലത്തേക്കും നമ്മെ വലിച്ചു കൊണ്ടുപോകും. അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാണ് വാസ്തവത്തിൽ. അങ്ങനെ വന്നു ചേരുന്ന വർത്തമാനകാലത്തെ നാം വേണ്ടതുപോലെ വിനിയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഭൂതകാലത്തേക്ക് പോയതുകൊണ്ടോ ഭാവിയിലേക്ക് ഓടിയതുകൊണ്ടോ ഒന്നും നേടാനില്ല. നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നശിക്കുന്നു. ജീവിതം തന്നെ നാശോന്മുഖമായി തീരുന്നു. ഇപ്പോഴുള്ള ചെയ്തില്ലെങ്കിൽ അത് നാളെ ചെയ്യാൻ പറ്റുമോ? ഇന്നലെ നമുക്ക് കഴിഞ്ഞുപോയി, അപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഇന്നാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇന്നിലാണ് നമ്മുടെ ഓരോ സെക്കൻഡും വിനിയോഗിക്കേണ്ടത്. അതിനാൽ ഈ അറിവ് നമുക്ക് കിട്ടുന്നതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്.
വർത്തമാനകാലത്തെ ഉപയോഗപ്പെടുത്തി ഭൂതത്തിലേക്കും ഭാവിയിലേക്കുമുള്ള ഒഴുക്കിനെ തടഞ്ഞ് നമ്മൾ ജീവിക്കുന്നത് ജ്ഞാനം ഉദയം ചെയ്യാൻ സഹായകമാകുന്നു. ഭൂതജാലത്തോടുള്ളിൽ വായിക്കുമൻപാർദ്രതയും ഭൂതഭാവികൾ മായ്ക്കും ജ്ഞാനത്തിനനിവാര്യം. ഭൂതവും ഭാവിയും മായ്ച്ച് വർത്തമാനത്തിൽ മാത്രം വർത്തിക്കുന്ന ഒരാളാണ് ആത്മജ്ഞാനത്തിന് അധികാരി. അവർക്ക് ആത്മാവെന്താണെന്ന ബോധം കരതലാമലകം പോലെ അനുഭവവേദ്യമാകും. ഇതാണ് ജീവിത രഹസ്യം എന്ന് മനസ്സിലാക്കി ഇപ്രകാരം ജീവിക്കുന്നവർക്ക് പരമമായ സൗഖ്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഭൂതജാലത്തോടുള്ളിൽ വായിക്കുമൻപാർദ്രതയും ഭൂതഭാവികൾ മായ്ക്കും ജ്ഞാനത്തിനനിവാര്യം.